എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല സ്വാദോടുകൂടി തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള തേങ്ങ ദോശയാണ്. ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ ഏതൊരു കറിയുടെ ഒപ്പം സെർവ് ചെയ്യാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമായ ഈ ഒരു തേങ്ങ ദോശ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് തന്നെ വീടുകളിൽ തയ്യാറാക്കി എടുക്കാനും സാധിക്കും. ഇനിയിപ്പോൾ ആദ്യമായിട്ട് പാചകം ചെയ്തു പഠിച്ചിട്ടുള്ള നമ്മുടെ മക്കൾക്ക് വരെ ഈസി ആയിട്ട് ഈ ഒരു ദോശ വീടുകളിൽ തയ്യാറാക്കി എടുക്കാനും സാധിക്കും. ദോശ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ രാവിലെ ഉണ്ടാക്കുന്ന ദോശ വൈകിട്ടായാലും നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കഴിക്കാനും പറ്റുക. അപ്പോൾ നോക്കിയാലോ എങ്ങനെയാണ് പഞ്ഞി ദോശ വീടുകളിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് തേങ്ങ ദോശ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 4 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പച്ചരി നമ്മുടെ വീട്ടിൽ നിത്യം ഉള്ളതാണ്. നിങ്ങൾക്കിപ്പോൾ റേഷൻ പച്ചരിയാണ് ഉള്ളതെങ്കിൽ അതെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി പച്ചരിയിലേക്ക് 1/4 കപ്പ് അളവില് ഉഴുന്ന് ചേർക്കാം. നമ്മളിന്ന് വളരെ കുറഞ്ഞ അളവിലാണ് ഉഴുന്ന് ചേർക്കുന്നത്. ഉഴുന്നും ചേർത്ത് കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ അളവില് ഉലുവ കൂടി ചേർക്കണം. ഇത്രയും ആയാല് പിന്നെ നമുക്ക് ഈ പച്ചരി നല്ല വൃത്തിയായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. പച്ചരി നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുതിർന്നു വരാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് 3-4 മണിക്കൂർ നേരത്തേക്ക് പച്ചരി ഒന്ന് കുതിർത്താനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. പച്ചരി കുതിർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് അരച്ചുകൂടി വെക്കാം. അങ്ങനെ ഒരു 4 മണിക്കൂറിന് ശേഷം കുതിർത്തിയ പച്ചരി ഞാനിവിടെ തുറന്നു നോക്കുവാണ്. അരി നല്ലോണം തന്നെ കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉടൻ തന്നെ അരച്ചെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. നമുക്ക് ഈ പച്ചരി ഒരു 3-4 തവണകൾ കൊണ്ടാണ് അരച്ചെടുക്കാൻ സാധിക്കുന്നത്. അതുപോലെ അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ അരി കുതിർത്തിയ വെള്ളം തന്നെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അത് നല്ല വെണ്ണ പോലെ വേണം അരച്ച് എടുക്കാനായിട്ടും. അങ്ങനെ ആദ്യ അരി ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം 2ാമത്തെ അരിയും അരച്ചെടുത്തിട്ടുണ്ട്. അതും പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. 3ാമത്തെ അരിയും പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അരി അരച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതേ മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് അളവില് ചോറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾ 1 കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ 1/2 കപ്പ് അളവിലാണ് ചോറ് ചേർക്കേണ്ടത്. 2 കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് അളവില് ചോറും കൂടെ ചേർക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ തന്നെ നാളികേരം കൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ അരച്ച് ഇതേ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. മാവെല്ലാം അരച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് പതപ്പിച്ച് കുഴച്ചെടുക്കാം. നമ്മുടെ കൈകൊണ്ട് നല്ലതുപോലെ പതപ്പിച്ച് കുഴച്ചെടുക്കുമ്പോഴാണ് മാവ് നല്ലതുപോലെ അയഞ്ഞ രൂപത്തിൽ പതഞ്ഞു കിട്ടുന്നത്. നമ്മളിതിലേക്ക് കുറഞ്ഞ അളവിലാണ് ഉഴുന്ന് ചേർത്തിട്ടുള്ളത്. എങ്കിൽ തന്നെയും നല്ല ഫ്ലഫി ആയിട്ടാണ് നമുക്ക് ഈ മാവ് പൊങ്ങി കിട്ടുന്നത്. മാവ് അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് അരി കുതിർത്തിയ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നിങ്ങളുടെ കൈവശം നാളികേര വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്തിട്ടും നമുക്ക് അരി അരച്ചെടുക്കാം. നാളികേര വെള്ളം ചേർത്ത് മാവ് അരക്കുവാണെങ്കിൽ നല്ല മയത്തിലാണ് നമുക്ക് അപ്പം തയ്യാറാക്കാൻ സാധിക്കുന്നത്. ഇനി ഒരു രാത്രി മുഴുവനും മാവൊന്ന് പൊങ്ങാനായിട്ട് മാറ്റിവെക്കാം. അങ്ങനെ നമ്മുടെ മാവ് രാത്രി മുഴുവനും തന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ രാവിലെ ആയിട്ടുണ്ട്. ഞാൻ ഈ മൂടി ഒന്ന് തുറന്നു നോക്കുവാണ്. മാവ് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ പൊങ്ങി വീർത്ത് നിൽക്കുവാണ്. അതുപോലെ നമ്മുടെ മൂടിയുടെ മുകളിലൊക്കെ പൊങ്ങി നിൽക്കുന്ന രീതിയിലേക്ക് ആണ് ആയി വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് തേങ്ങ ദോശ തയ്യാറാക്കാൻ തുടങ്ങാം. അതിനു മുമ്പായിട്ട് ഇതിലേക്ക് 2 സ്പൂൺ അളവില് പഞ്ചസാര ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അപ്പത്തിന് നല്ലൊരു മയം കിട്ടാനായിട്ട് 1 സ്പൂൺ അളവില് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ മാവ് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചുകൂടെ കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉടൻ തന്നെ തേങ്ങ ദോശ തയ്യാറാക്കാൻ തുടങ്ങാം. നിങ്ങൾക്ക് ഈ മാവ് കാണാലോ അല്പം ലൂസായിട്ടും നല്ല പതഞ്ഞു പൊങ്ങി നിൽക്കുന്ന ഒരു പരുവത്തിലുമാണ് ആയി വന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യവുമില്ല. അതുപോലെ ഇന്നത്തെ ഈ ഒരു ദോശ ഞാൻ തയ്യാറാക്കുന്നത് അയൺ പാനിൽ വെച്ചിട്ടാണ്. നിങ്ങൾക്കിപ്പോൾ അയൺ പാൻ കൈവശമില്ലെങ്കിൽ നോൺ സ്റ്റിക് പാനിൽ വെച്ചോ അല്ലെങ്കിൽ വെള്ളപ്പ ചട്ടിയിൽ വെച്ചോ പഞ്ഞി ദോശ തയ്യാറാക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ദോശ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് അയൺ പാൻ ആണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അല്പം വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി കൊടുക്കാം. അതിനുശേഷം ഓരോ തവി മാവും പാനിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. മാവ് നല്ല ലൂസായിട്ടുള്ളത് കൊണ്ട് ഒരുപാടൊന്നും ചുറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. നിറയെ ഹോൾസ് വന്നു തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഈ അപ്പം മൂടി വെച്ച് കൊടുക്കാം. മാവ് കോരി ഒഴിച്ചപ്പോൾ തന്നെ നമ്മുടെ അപ്പത്തില് നന്നായിട്ട് തന്നെ ഹോളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലതായിട്ട് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പാനിൽ നിന്നും ദോശ എടുത്ത് മാറ്റാം. നല്ല പഞ്ഞി പോലെയാണ് നമുക്ക് ഈ ദോശ വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ആദ്യ ദോശ മാറ്റിക്കഴിഞ്ഞാൽ അടുത്തത് നമുക്കിതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. പാനിലേക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിലായിരിക്കണം. അതിനുശേഷം ചെറിയ തീയിൽ വെച്ച് വേണം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാനായിട്ട്. അരികു ഭാഗമൊക്കെ മുരിഞ്ഞ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ അടുത്ത ദോശയും നമുക്ക് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പഞ്ഞി ദോശ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതുവരെയും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് ഒന്ന് തയ്യാറാക്കി നോക്കണേ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇന്ന് കിട്ടിയ നിങ്ങൾക്ക് ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.